ഞങ്ങളങ്ങ് തൃക്കണ്ണാപുരത്തുനിന്ന് വരുവാ. വിശന്ന് പ്രാണം പോകുന്നു. ഒരു നേരത്തെ ആഹാരം തന്നാ പുണ്യം കിട്ടും. മീൻ വെട്ടി കഴിയട്ടെ, പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. എന്നാൽ ഞാനും കൂടി സഹായിക്കട്ടെ? ഒരു വർഷം മീനും കൂടെ മതിയടി, നിന്റെ തുറന്ന വായ നടക്കും. എന്തിനാ ശകാരിക്കുന്നത്? വിശന്നിട്ടല്ലേ? ഈ തീറ്റപ്പണ്ടത്തിന്റെ സ്ഥാനത്ത് ഒരു ആഞ്ചെറുക്കനായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അലയേണ്ടി വരുമായിരുന്നു. എന്താ നാടുവിടാൻ കാരണം? 3 നേരവും പട്ടിണി. ഒരു കൂര ഉണ്ടായിരുന്നത് പെരുമഴയെ തൊലിച്ചുപോയി. പ്രായമായ ഈ പെണ്ണിനെയും കൊണ്ട് ഒരു ജോലി പോലും ഇല്ലാതെ എങ്ങനെ ജീവിക്കാനാ? ഇവിടെ വന്നാൽ അണക്കെട്ടിൽ ജോലി കിട്ടുമെന്ന് പലരും പറഞ്ഞു. എന്റെ പൊന്നുമോളി, ഞങ്ങളെ ഒന്ന് സഹായിക്കും. എന്ത് ജോലി ആയാലും മതി. എന്റെ ചേട്ടന് അണക്കെട്ടില്ല ജോലി, വിഞ്ചു ഓടിക്കുന്ന ആളാ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. മോരുണ്ടോ? എന്താ ഇതിനു മുമ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? ചേട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഇതാണ് എന്റെ ചേട്ടൻ. ഏതാ പെണ്ണ്? കമലാക്ഷി എന്ന പേര്. അവരും അമ്മയും ജോലി തേടി വന്നതാ. കഷ്ടം. അവരുടെ കഥ കേട്ട് ഞാൻ കരഞ്ഞുപോയി. നീ അല്ലെങ്കിൽ എന്തിനാ കരയാത്തെ? ആ പെണ്ണിനെ കണ്ടിട്ട് ആളല്പ പിശകാണെന്ന് തോന്നുന്നു. അയ്യോ, വെറും പാവമാ ചേട്ടാ. നിനക്കെങ്ങനെ അറിയാം? നീ എന്തിനാ പരിചയമില്ലാത്തവരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നേ? വിശക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു ചോറ് കൊടുത്തു. ഉണ്ട ക്ഷീണത്തിന് മയങ്ങിപ്പോയി. ആ പെണ്ണിന്റെ ഭാവം കണ്ടല്ല അവള് വീട്ടുകാരി ഞാൻ വിരുന്നുകാരനാണെന്ന് തോന്നുന്നു. ചേട്ടാ, നമ്മുടെ പഴയ വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? കാര്യം മനസ്സിലായി. ഇവരെവിടെ താമസിപ്പിക്കണമെന്നായിരിക്കും. ഒരു കാലത്ത് നമ്മളും അനാഥരായിട്ടല്ലേ വന്നത്. അതോർക്കുമ്പം ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അണക്കെട്ടിൽ കൂലിവേലയ്ക്ക് ആളെ എടുക്കുന്നുണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞാൽ ഇവരെ കൂടി. ആ, ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് ആ പെണ്ണിന്റെ കല്യാണം കൂടി നടത്തി വെക്കാം. എന്താ? നീ പറഞ്ഞാൽ ഈ ചേട്ടൻ കേൾക്കാതിരിക്കും. നിന്റെ മുഖത്ത് കണ്ണിലേടാ റാസ്കൽ. എന്റെ പൊന്നു വാസുണ്ട്, എന്നെ അടിക്കല്ലേ. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഓക്കോ, സൈക്കിളിന്റെ പുറത്ത് നീ കയറണ്ട. സൈക്കിൾ നിന്റെ പുറത്ത് കയറട്ടെ. പറഞ്ഞ മനസ്സിലായില്ലേ? സൈക്കിൾ എടുത്ത് തലയെ വയ്ക്കാൻ. മോള് കരയണ്ട. പഞ്ചസാര ഇല്ലാതെ വീട്ടിൽ ചെന്നാ ചിട്ടുമ്മ എന്നെ കൊല്ലും. സാരമില്ല, ഈ രൂപ കൊടുത്ത് വേറെ പഞ്ചസാര വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി.
ആരംഭിക്കടാ. ലക്ഷ്മിക്കുട്ടി, നീ എങ്ങോട്ടാ? അമ്പലത്തിൽ പോന്നു. നേരെ വെളുത്ത ഊരി വെച്ചാലിറങ്ങും. കല്യാണം കഴിച്ചവനാടിച്ച് പുറത്താക്കിയിട്ട് അമ്പലത്തിൽ പോകുന്നു. എവളൊക്കെ എന്റെയും മാട്ടനായിരുന്നു. ആടിക്കാൻ എല്ലൊടിക്കാന്. എന്താടാ എന്ന് താളം തല്ലുന്നേ? വേഗം വിട്. നീ എങ്ങോട്ടാ പോന്നെ? ചന്തയ്ക്ക്. ആരാണ് അയാൾ? വാസുവണ്ണൻ. വാസു? അതെ, വാസുവണ്ണനെ അറിയാത്തവരായി ആരാ ഈ നാട്ടിലുള്ളത്? ഓഹോ, ഞാനിവിടെ പുതിയ ആളാണ്. അങ്ങനെ വരട്ടെ, വാസുവണ്ണൻ വിഞ്ച് ഓപ്പറേറ്ററാ. ഐ സി. എത്ര മതി ചോറുണ്ടടാ ശങ്കുണ്ണി? ആ, എണ്ണി വിഷമിക്കണ്ട, നീ കയറ്. ബഹളം വയ്ക്കാതെ ഓരോരുത്തരായിട്ട് കയറ്. സീതേ, നീ എങ്ങോട്ടാ? ആശുപത്രിക്കോ? നിന്റെ കൊച്ചിന് ഗൃഹിണിയാണെന്ന് കേട്ടു, സുഖമുണ്ടോ? ഉണ്ട്. കയറ് കയറ് കയറ്. നീ എങ്ങോട്ടാ റോമച്ചാ? കാളിയോട്ടെ. ഞാൻ എന്റെ പെമ്പിളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. നിങ്ങൾ തമ്മിലും കണങ്ങിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊള്ളാം കൊള്ളാം. തണുപ്പ് കാലമല്ലേ വരുന്നത്. ഉഷ്ണകാലമാകുമ്പോ അവിടെ അങ്ങോട്ട് ചെന്ന് വിടാം. കച്ചവടത്തിന് നിനക്ക് തന്നെ ലാഭം. അയ്യോ, വാസുവണ്ണനാണ്. ഇനി ഞാൻ അവളെ തല്ലുകയില്ല, വീട്ടിൽ കൊണ്ട് വിടുകയില്ല. എങ്കിൽ നിനക്ക് തന്നെ കൊള്ളാം. എടാ തോമച്ച, ഓ. എന്റെ വീട്ടിലൊരു തള്ളയും മോളും വന്ന് കൂടിയിട്ടുണ്ട്. നമ്മുടെ പെങ്ങളുടെ സംരക്ഷണയിൽ കഴിയുക. ആ സൂപ്പർവൈസറോട് പറഞ്ഞ ജോലി അണ്ണന്റെ പേര് പറഞ്ഞ ആ സൂപ്പർവൈസറുടെ മുട്ടിടിക്കും. പിന്നെ അനുസരിക്കാണ്ടിരിക്കൂ. ഞാൻ ഏറ്റു. കേറ്. ട്രോളി താഴോട്ടാണോ പോകുന്നത്? ട്രോളി താഴോട്ടാണോ പോകുന്നതെന്ന്? എന്താ സാറ് വരുന്നുണ്ടോ? ഓ, ഇതിൽ തീരെ സ്ഥലമില്ലല്ലോ. താഴെ പോയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ തിരിച്ചു വരും. ആരെല്ലാമാണ് അകത്തിരിക്കുന്നത്? ട്രോളിക്കകത്തിരിക്കുന്ന ആരൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. സാർ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ പുതിയതായി മാറി വന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പേര് രവീന്ദ്രൻ. ഓ, നമസ്കാരം സാർ. സാർ, സാറിനെ എനിക്ക് മനസ്സിലായില്ല. സാർ നേരത്തെ വന്നു, നാളെ വരുമെന്നാണ് ഓഫീസിൽ പറഞ്ഞത്. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ട്രോളിക്കകത്തിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. സാർ, അവരെല്ലാം ഈ നാട്ടുകാരാണ്. ട്രോളി താഴോട്ട് ഒഴിഞ്ഞു പോകുന്നതുകൊണ്ട്. ഓഹോ, അപ്പോഴിവരെല്ലാം പവർ ഹൗസിലെ ജോലിക്കാരല്ല? അല്ല. അവരോട് ഇറങ്ങാൻ പറയൂ. സാർ, പറയുന്നതനുസരിക്കും. സാർ, സ്ത്രീകളും രോഗികളും ഒക്കെ ഉണ്ട്. ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്തുകൂടി. ഇതൊക്കെയല്ല ജീവിതത്തിൽ എന്താ സാർ മിച്ചം കിട്ടുന്നത്? മരിച്ചു പോകുമ്പോ സാറും ഞാനും യാതൊന്നും കൂടെ കൊണ്ടുപോകില്ലല്ലോ. ഉപദേശം ആവശ്യമില്ല. ഈ ട്രോളി സ്റ്റാഫിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അവരെ ഇറക്കി വിടും, അവർ നടന്നു വയ്ക്കുള്ളൂ. എന്തായാലും കുറ്റിയടിച്ചോലെ കയറിയിരിക്കുന്നേ? ഇറങ്ങി പുറത്ത്. സാറ് പറഞ്ഞ കേട്ടില്ലേ, ഉദ്യോഗസ്ഥന്മാര് കയറിയാലേ ട്രോളി ഉരുളൂന്ന്. ഇറങ്ങി പുറത്ത്. ഇറങ്ങടാ. പെട്ടെന്നിറങ്ങടാ പന്നി. എന്താ, പോകാമോ? പോകാം.
കാണുന്നില്ലല്ലോ. നമുക്കൊന്ന് കയറി നോക്കാം. യോ വേണ്ടടി, നമ്മൾ കയറിയിരിക്കുമ്പോ തന്നെ തന്നെ അത് ഓടിയാലോ. ഓടി മണ്ടി. സ്റ്റാർട്ട് ചെയ്യാതെ എങ്ങനെ ഓടുന്നത്? എന്റെ ചേട്ടൻ ഭംഗിയായിട്ട് ഓടിക്കും. എന്നാ നീ ഒന്ന് ഓടിച്ചു നോക്ക്. ഒന്നും പതുക്കെ കയറടി. ഞാനാണ് ഡ്രൈവർ, നീ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ. നിനക്ക് എവിടെ പോണം? എനിക്ക് നെടുമങ്ങാട്ട് പോണം. നിനക്ക്? എനിക്ക് നെയ്യാറ്റിങ്കര പോണം. ശരി, പോവാം. അയ്യോ, നീയാണ് ഡ്രൈവർ അല്ലേ? നീയാണ് കണ്ടക്ടർ. വണ്ടി എങ്ങോട്ടാ പോകുന്നത്? എന്നെ കൂട്ടിട്ട് കൊണ്ടുപോകാമോ? ഒരല്പ സ്ഥലം മതി, ഞാൻ ഒതുങ്ങിയിരുന്നോളാം. അയ്യോ, കരയാൻ മാത്രം ഇവിടെ ഒന്നുണ്ടായി. കുട്ടിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? വീട്ടിൽ. എവിടെയാ വീട്? പവറോസിന്റെ അടുത്ത്. അതെ, ഞാനും ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ജീപ്പ് എന്റെ സ്വന്തമാണ്. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, ഈ ഡ്രൈവർ സീറ്റ് ഒന്നൊഴിഞ്ഞു തരണം. ആ, വെട്ടിയിടട്ടെ. എടോ മേസ്ത്രി, ലൈസൻസ് ഇല്ലാതെ നോക്കിയാലുണ്ടല്ലോ കണ്ണ് ചുഴഞ്ഞെടുത്ത് കളയും. തന്റെ അമ്മയുടെയും പെങ്ങളുടെയും ദേഹത്തുള്ളതൊക്കെ തന്നെയാ എന്റെ ദേഹത്തുള്ളത്. ഞാനിപ്പോ പറഞ്ഞത് ആരും കേട്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടാലുണ്ടല്ലോ അത് 10 പേരറിയും. അത് എനിക്ക് നാണക്കേടുവാ. പൊതിച്ചോറ് 1 രൂപ, പങ്കേക്കന്റെ പൊതിച്ചോറ് 1 രൂപ, 1 രൂപ, 1 രൂപ, പൊതിച്ചോറ് 1 രൂപ, ചോറ് 1 രൂപ, പൊതിച്ചോറ് 1 രൂപ, ചോറും സാമ്പാറും ചമ്മന്തിയും കൂടെ 1 രൂപ, 1 രൂപ, 1 രൂപ. ആ, ഒരു പൊതി 1 രൂപ, 1 രൂപ. മോളെ, ഇതുകൂടെ നീ കഴിച്ചോ. വേണ്ട, അമ്മ കഴിക്കേ.